Hey, there's fires. They're bad. നമുക്ക് മൂവ് ചെയ്യേണ്ടി വരുമോ ഇന്ന്? നമുക്ക് എസ്കേപ്പ് ചെയ്യേണ്ടി വരുമോ നമ്മുടെ വീട്ടിൽ നിന്ന്? നമ്മളിപ്പോ ദക്ഷിണാഫ്രിക്കയുടെ ഉള്ളിലുള്ള രാജ്യമായിട്ടുള്ള ലെസോത്തോലിന് ദക്ഷിണാഫ്രിക്കയിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഉണ്ട്. അതാണ് 4x4 അഡ്വഞ്ചർ ആയിട്ടുള്ള സനിപാസ് ഡ്രൈവ്. അത് ചെയ്ത് കഴിഞ്ഞ് അങ്ങ് ലെസോത്തോലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ച കണ്ടു. ആഫ്രിക്കയിൽ മഞ്ഞ് വീഴാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതുകൂടാണ്ട് അവിടെ ആട്ടിടയന്മാരൊരു ഗ്രാമം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പോയി കണ്ടു. പിന്നെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പബ്ബിൽ നിന്ന് നമ്മൾ നല്ല ബിയർ കുടിച്ചു. ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ലെസോത്തോലിന് സനിപാസ് ഇറങ്ങി തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലുണ്ടല്ലോ, നമ്മൾ ചുറ്റുമായിട്ട് ഇങ്ങനെ മേഘം പോലെ പുക പോലെ കാണാമായിരുന്നു. അപ്പോൾ ഈ ഒരു അക്കോമഡേഷൻ ഉള്ളത് ഡ്രക്കൻസ്ബർഗ് മലനിരകളുടെ അടുത്ത്, ഈ സനിപാസിന് അടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് അക്കോമഡേഷനിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ മലയുടെ മുകളിലായിട്ട് ഇങ്ങനെ എന്തോ ലൈറ്റ് കണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മനസ്സിലായില്ല അതെന്തായത് തീ കത്തിക്കൊണ്ടിരിക്കുകയെന്ന്. നിങ്ങൾ മലയിലെ കാട്ടുതീ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ തീ അവിടെയൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കത് മനസ്സിലായില്ല ഇത് ഒരു കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുന്നേ ആസ്ട്രേലിയയിൽ ഇതുപോലെ കാട്ടുതീ പടർന്നു കെടുത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും ഭീകരമായിട്ട് കാട്ടുതീ വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല സനിപാസ് കാണാനായിട്ട് പുറപ്പെടുന്ന അവിടെ ഇവിടെയായിട്ട് കുറച്ച് പുക മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. ഒരു അപകടം നമുക്ക് അപ്പോഴും തോന്നിയിരുന്നില്ല. ഇപ്പം ഇവിടെ വിൻ്റർ സമയമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവിധ മരങ്ങളും ചെടികളും ഒക്കെ ഉണങ്ങിയാണ് നിൽക്കുക. അപ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തീ കൊടുത്ത് വിടാറുണ്ട് ഇവർ. പുതിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുല്ല് വരാനായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സമയത്ത് ഒടുക്കത്തെ കാറ്റായിരുന്നു, എല്ലാവിടേക്കും ഇത് പടർന്ന് പിടിച്ചു. നമുക്ക് മൂവ് ചെയ്യേണ്ടി വരുമോ? നമുക്ക് എസ്കേപ്പ് ചെയ്യേണ്ടി വരുമോ നമ്മുടെ വീട്ടിൽ നിന്ന്? മൊത്തം തീയാണല്ലോ, അങ്ങോട്ട് പോകാൻ പറ്റുമോ? We should not go, I think. No, it's just the smoke. There's no flame of a fire here. No, these trees are now burning. Yeah. See. അയ്യോ, ഇത് മൊത്തം കരിഞ്ഞു. ഇങ്ങോട്ട് വന്നില്ലല്ലോ. Put light on, right? They are on. Okay. അയ്യോ, നമ്മളിപ്പോ ഇവിടെ മൊത്തം കരിഞ്ഞു. Don't go there, please. What must I do? I don't know. We should go back. വേണ്ട. ഭയങ്കര തീ ആളി കത്തിക്കൊണ്ടിരിക്കുക. നോക്ക്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ശരിക്കും പേടിച്ചു പോയായിരുന്നു. കാരണം മുന്നിലോട്ട് എത്രത്തോളം തീയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കുഴപ്പമില്ല, മുന്നിലോട്ട് അങ്ങോട്ട് പോവാന്നാണ്. പക്ഷെ ശരിക്കും ഞാനൊന്ന് ഇരുന്ന് വിറച്ചു പോയായിരുന്നു. കാരണം ഈ മരം മൊത്തം കരിഞ്ഞ് റോഡിലേക്ക് കൂടി തീ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാർ ഉള്ളിലോട്ട് പോകുമ്പോഴേക്കും നമ്മളുടെ കാറിന് തീ പിടിക്കാൻ വളരെ സാധ്യതയുണ്ട്. റോഡിലുണ്ട്. നമുക്ക് കത്തി പോണെന്ന് ആഗ്രഹം തീരെയില്ല. ബാഗ് പൊക്കും. It's not gonna help us. We have to go forward. Please God help me. Oh my God. എടുത്തെടുത്ത് എന്റെ അമ്മേ. Oh my God. കാർ അതിലൂടെ കടന്നുപോയ ആ ഒരു നിമിഷം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. കാരണം എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
കേട്ടോ, സത്യം പറയാലോ. ഇങ്ങനെ കത്തുന്നത് സൈഡിൽ നിന്നിട്ട്. അവിടെ മൊത്തമായിട്ട് എല്ലാ മലകളും മൊത്തമായിട്ട് കത്തിപിടിക്കാൻ തുടങ്ങി. ഈവൻ നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്ത് വരെയായിട്ടും നമുക്ക് തീ പുകയുടെ കാണാമായിരുന്നു. അപ്പോൾ ഈ ഉള്ള ഏരിയ മൊത്തം ഭയങ്കര കാറ്റായത് കാരണം തീ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഹോട്ടൽ തന്നെ കത്തി നശിച്ചു എന്ന് ഡ്രൈവർ പറയണ്ടായിരുന്നു. കൂടാണ്ട് ഈ ഒരു ഹോട്ടലുകളുടെ ഭാഗത്തേക്കും റിസോർട്ടുകളുടെ ഭാഗത്തേക്കും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ ആൾക്കാർ തീ കൊടുത്തുകൊണ്ട് പോകുന്നതാട്ടാ കാണുന്നത്. കണ്ടോ, എല്ലാവരും നിർത്തി നോക്കുകയാണ് എന്താണ് ഈ സംഭവിക്കണേ. മൊത്തത്തിൽ ഞാൻ ശരിക്കും പേടിച്ചു പോയായിരുന്നു. എങ്ങാനും ആ വണ്ടിയുമ്പോൾ തീ പിടിച്ചിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ ഞാൻ ഉണ്ടാവില്ല. അത്രയ്ക്ക് പേടിച്ചായിരുന്നു. കാരണം ചുറ്റിനും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഫുൾ മരങ്ങളൊക്കെ തീ പിടിച്ചായിരുന്നു. കാറിലേക്കൊന്ന് കത്തി പിടിച്ചാലുണ്ടല്ലോ കഴിഞ്ഞി. പിന്നെ നമ്മളെ ഇറങ്ങി ഓടാനും കൂടി പറ്റില്ല. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാ. അവര് ചിലപ്പോ പറയും അതത്ര കുഴപ്പമില്ലാന്ന്. പക്ഷെ നമ്മുടെ പ്രാണനല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ ഹോട്ടല് കത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാര് വേറെ സൈഡിൽ തീ കൊടുത്തത്. അല്ലെങ്കിൽ ആ കുന്നും മൊത്തമായി കത്തിക്കൊണ്ടിരിക്കുകയുണ്ടോ. ഇത് നല്ല വലിയ പൈസ ഹോട്ടലൊക്കെ ഉണ്ടോ. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ 2 വണ്ടി നമ്മുടെ പിന്നിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പേടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇത് അവര് എത്താറായോ, അവര് സേഫ് ആണോ, ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടാ. നമ്മുടെ ഹോട്ടലിന്റെ അവിടെ പോകാണ് തിരിച്ചു വരുമ്പോഴേക്കും അവിടെ പോയി തന്നെ 24 ന്യൂസ് അല്ല 24 അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ ഇവിടെയുള്ള മൃഗങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാം. നോക്ക് നമ്മുടെ ഹോട്ടലിന്റെ ബാക്കിലുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇന്ന് തന്നെ പോകേണ്ടി വരും. അങ്ങനെ നമ്മളൊക്കെ തിരിച്ചു വന്നു. നമ്മളെ തീൻ്റെ ഇടയിൽ പെട്ടായിരുന്നു. ഈശ്വര, നമ്മൾ വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റുമെന്ന്, പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സ്നോവും തീയും ഒക്കെ കണ്ടു വന്നെൻ്റെ ഈശ്വര. വരുന്ന വഴിയിൽ തീ ഇത്രയും കണ്ടിട്ട് നമ്മുടെ കാറിന് തീ പിടിച്ചാലോന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇത് ഭാഗ്യട്ടാ, അല്ലെങ്കിൽ ഒരാളിന് വണ്ടിയുമേ കയറി പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മളിനി പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വിൻ്ററിൻ്റെ എല്ലാവിധ ഡ്രസ്സുകളും അഴിച്ചു മാറ്റി ഏതാണോ ഇതൊക്കെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തൊരു ചായ കുടിക്കണം. ഞാൻ പോയി ഒന്ന് കുളിച്ച് വന്നു കേട്ടോ. നമുക്ക് അതാണ് നമ്മുടെ മെയിൻ ലോഡ്ജ്. ഇവിടെയാണ് നമ്മൾ താമസിക്കണേ. നമുക്ക് അവിടെ പോയി നോക്കാം. ഇന്നിപ്പോൾ ബ്രായി പോയിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് പ്ലാൻ ചെയ്തേക്കണേ. നമുക്ക് നോക്കാം. ഇതെന്താ ബ്രെഡ് ബജിയാണോ? നമ്മളുടെ പഴംപൊരി ആൻഡ് ബ്രെഡ് ബജ്ജി. ഇത് ആരുടെ ഐഡിയ ആണ്? ബ്രെഡ് ബജ്ജി മിക്സ്ഡ് ഐഡിയ.
ഞാൻ ബ്രെഡ് ബജ്ജി പഴംപൊരി പ്രതീക്ഷിച്ചില്ല. പഴംപൊരിയുടെ മാവ് എക്സ്ട്രാ ആയി, അതിന്റെ കൂടെ ഇച്ചിരി കടലമാവും ചില്ലി പൗഡർ ഇട്ടിട്ട് ബജ്ജി മാവ്. കുയിക്കിന്റെ പ്രിപ്പറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ലാടോ. ഞാൻ ചായ കുടിച്ചു. ദേ ഒരു ഇതിന്റെ ഫ്രണ്ടിൽ നാരങ്ങ മരം കണ്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ രാത്രിയിലെ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു അക്കോമഡേഷൻകാർ തന്നെ പുറത്തൊക്കെ നല്ല ചെയറൊക്കെ ഇട്ട് കാൻഫയറൊക്കെ ഉണ്ടാക്കി ഇനി ബ്രായ് അതായത് ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ദക്ഷിണാഫ്രിക്കൻ ഒരു വെറൈറ്റി ഡിഷായിട്ടുള്ള പൊയ്ക്കി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് രാത്രിയിൽ നമ്മളുടെ ഡിന്നർ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡിഷ് ഉണ്ടാക്കി ആ വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നിങ്ങളുടെ ഐശ്വര്യം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടാ.